നമസ്കാരം. നമ്മുടെ നാട്ടിൽ ഉത്സവങ്ങളും പെരുന്നാളുകളൊക്കെ നടത്തുന്നതിന് വേണ്ടി പ്രാദേശികമായി കമ്മിറ്റികൾ രൂപീകരിക്കാറുണ്ട്. ഈ കമ്മിറ്റികളിൽ പല രീതിയിലുള്ള ചർച്ചകൾ നടക്കാറുണ്ട്. ഏതൊക്കെ പരിപാടികൾ വേണം, അത് നേർച്ച സദ്യയോ അല്ലെങ്കിൽ പ്രസാദ ഊട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെ വേണം, അതുപോലെ തന്നെ മേളം എങ്ങനെ വേണം, ബാൻഡ് മേളം വേണോ, ചെണ്ടമേളം ഏത് തരത്തിൽ വേണം എന്നിങ്ങനെ എത്ര ആന എഴുന്നള്ളിക്കണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഈ കമ്മിറ്റികളിൽ വളരെ വിശദമായ ചർച്ചകൾ നടക്കാറുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഉത്സവത്തിനും പെരുന്നാളിനും അവതരിപ്പിക്കുന്ന കലാപരിപാടിയാണ്. അപ്പോൾ കലാപരിപാടി ഏത് വേണം? ചില ആളുകൾക്ക് നാടകം വേണം എന്ന അഭിപ്രായം ഉണ്ടാവും. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വേണ്ട, ഗാനമേള മതി. ചിലർക്ക് നാടൻ പാട്ടുകളുടെ ഒരു പരിപാടിയാണ് വേണ്ടത്. അതേസമയത്ത് ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ രീതിയിലുള്ള ഫ്യൂഷൻ മ്യൂസിക് വേണം എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ ഉയർന്നു വരാറുണ്ട്. എന്നാൽ ഈ അഭിപ്രായങ്ങളൊക്കെ പലതും വരാറുണ്ടെങ്കിലും ഏറ്റവും ഒടുവിൽ ഭൂരിപക്ഷ അഭിപ്രായത്തിൻ്റെ പേരിൽ ജനാധിപത്യ രീതിയിൽ ഒരു തീരുമാനമെടുക്കും. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉത്സവവും പെരുന്നാളും നടക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു പരിപാടി ഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ നാടകത്തെ അപേക്ഷിച്ച് ഗാനമേളയ്ക്ക് ചിലവ് കൂടുതലാകാം. അപ്പോൾ ഒരു കമ്മിറ്റി ഗാനമേളയാണ് നടത്താൻ തീരുമാനിച്ചതെങ്കിൽ ആ കമ്മിറ്റി എടുക്കുന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗാനമേളയ്ക്ക് വേണ്ടി വാദിച്ചവരെല്ലാം തെറ്റുകാരാണ്, അവർ ഒരു കുറ്റം ചെയ്തിരിക്കുന്നു. കാരണം നാടകത്തിനാണ് പൈസ കുറവ്, അതുകൊണ്ട് കൂടുതൽ ചെലവ് വരുന്ന ഗാനമേളയ്ക്ക് വേണ്ടി അഭിപ്രായം പറഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ തെറ്റാണ് ചെയ്തത് എന്നുള്ളൊരു വാദം ഉയർന്നു വന്നാൽ എന്ത് ചെയ്യും? അതാണ് ഇപ്പോൾ നമ്മുടെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പറഞ്ഞു വയ്ക്കുന്നത്. കിഫ്ബി ഇറക്കിയ മസാല ബോണ്ടിൻ്റെ കാര്യത്തിൽ വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്നാവശ്യപ്പെട്ട് അന്നത്തെ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിന് നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഇപ്പോൾ ED. ഇതേ രീതിയിലുള്ള ഒരു ന്യായമാണ് അവിടെ പറയുന്നത്. കാരണം അന്ന് കിഫ്ബി മസാല ബോണ്ട് ഇറക്കുന്ന കാര്യത്തിൽ അതിനെക്കുറിച്ച് അതിൻ്റെ ബോർഡിൽ ചർച്ച വന്നപ്പോൾ പലരും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായി. അപ്പോൾ മസാല ബോണ്ടിൻ്റെ പലിശ ഏതാണ്ട് 9.723% എന്നാണ് വരുന്നത്. അതേസമയത്ത് 10% മുകളിൽ പലിശയ്ക്കും കിഫ്ബി പല രീതിയിൽ വായ്പ എടുത്തിട്ടുണ്ട്. എന്നാൽ അന്ന് മസാല ബോണ്ടിൻ്റെ കാര്യത്തിൽ പല അഭിപ്രായങ്ങൾ ഉയർന്നു വന്നപ്പോൾ അന്നത്തെ ചീഫ് സെക്രട്ടറി പറഞ്ഞു 8%-നൊക്കെ പലിശ കിട്ടുന്ന സ്ഥിതിയുണ്ട്, അതുകൊണ്ട് ഇതിൽ താഴ്ന്ന പലിശ കൊടുക്കേണ്ടി വരുന്ന വായ്പാ രീതികൾ ഓപ്റ്റ് ചെയ്യുന്നതാണ് നല്ലതെന്നുള്ളൊരു അഭിപ്രായം അവിടെ ഉയർന്നു വന്നു. എന്നാൽ ഡോക്ടർ തോമസ് ഐസക്കും അതിൽ ഉണ്ടായിരുന്ന പല സാമ്പത്തിക വിദഗ്ധരും ബാങ്കിങ് വിദഗ്ധരും അടക്കം പലരും മസാല ബോണ്ടിലേക്ക് പോകുന്നതാണ് നല്ലത്, അത് കിഫ്ബിയെ സംബന്ധിച്ചിടത്തോളം അന്താരാഷ്ട്ര തലത്തിൽ ഒരു അംഗീകാരം ലഭിക്കുന്നതിന് നല്ലതാണെന്നുള്ളൊരു അഭിപ്രായമാണ് നടത്തിയത്. ഈ അഭിപ്രായത്തിന് മുൻതൂക്കം ലഭിക്കുകയും അങ്ങനെ മസാല ബോണ്ട് ഇറക്കാൻ തീരുമാനിക്കുകയും റിസർവ് ബാങ്കിൽ നിന്നും ആവശ്യമായ എല്ലാ അനുമതികളും ലഭിക്കുകയും ചെയ്തു. കിഫ്ബി മസാല ബോണ്ടുമായി മുന്നോട്ട് പോവുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ ED കണ്ടെത്തിയിരിക്കുന്ന ന്യായം നേരത്തെ പറഞ്ഞ ഈ ഉത്സവ പെരുന്നാൾ കമ്മിറ്റിയിൽ കൂടുതൽ ചെലവ് വരുന്ന കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയുന്നവർ കുറ്റം ചെയ്തു എന്ന് പറയുന്ന രീതിയിലാണ്. അതായത് ചീഫ് സെക്രട്ടറി കുറഞ്ഞ പലിശയ്ക്ക് കിട്ടുന്ന കാര്യങ്ങളുടെ പറഞ്ഞപ്പോഴും ഡോക്ടർ തോമസ് ഐസക് അടക്കമുള്ള ആളുകൾ മസാല ബോണ്ടിന് വേണ്ടി വാദിച്ചുവെന്നും അതിൻ്റെ ഫലമായിട്ട് ഉയർന്ന പലിശയ്ക്ക് കടമെടുക്കേണ്ടതായി വന്നു എന്നുള്ളതാണ് പറയുന്നത്. അത് വലിയൊരു നഷ്ടം ഉണ്ടാക്കി എന്നാണ്. അപ്പോൾ ഒരാൾക്ക് ഒരു ഡയറക്ടർ ബോർഡിൽ തൻ്റേതായ അഭിപ്രായം പറയാം, ഇന്ന കാര്യത്തിൽ എൻ്റെ അഭിപ്രായം ഇന്നതാണ്. അങ്ങനെ പലരും പല അഭിപ്രായങ്ങളും പറയും. ഏറ്റവും ഒടുവിൽ അതിനെ സംബന്ധിച്ച് ഒരു സമവായത്തിലെത്തുകയോ അല്ലെങ്കിൽ ഭൂരിപക്ഷ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തീരുമാനമെടുക്കുകയോ ചെയ്യും. ഇതാണ് നാട്ടുനടപ്പ്, ഇതാണ് ജനാധിപത്യ രീതി. എല്ലാ സംവിധാനങ്ങളും പ്രവർത്തിച്ചു വരുന്നത് ഇതേ രീതിയിലാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ മസാല ബോണ്ട് ആണ് നല്ലത് എന്നൊരഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിലാണ് ഡോക്ടർ തോമസ് ഐസക് എന്തോ വലിയ കുറ്റം ചെയ്തു എന്ന് ED ആരോപിക്കുന്നത്. അതായത് അതിനകത്ത് എന്തെങ്കിലും ഒരു വീഴ്ച വന്നുവെന്നോ എന്തെങ്കിലും അഴിമതി നടന്നുവെന്നോ ഏതെങ്കിലും രീതിയിൽ പണം നഷ്ടമായെന്നോ
ഗവൺമെൻറ്റിന് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ധനനഷ്ടം സംഭവിച്ചു എന്നുള്ള ആരോപണങ്ങളൊന്നുമല്ല പറയുന്നത് മസാല ബോണ്ടിന് അല്പം പലിശ കൂടുതലാണ്, അത് വേണം എന്ന അഭിപ്രായം അദ്ദേഹം പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു അഭിപ്രായം ഒരു ബോർഡിൽ ആർക്കും പറയാൻ പാടില്ല എന്നാണ് അർത്ഥം. പിന്നെ മറ്റൊരു കാര്യം, നമുക്ക് ഏറ്റവും കുറഞ്ഞ പലിശയ്ക്ക് മാത്രമേ നമ്മൾ വായ്പ എടുക്കൂ എന്ന് നിർബന്ധം പിടിക്കാൻ നമുക്ക് എങ്ങനെയാണ് കഴിയുക? ഉദാഹരണത്തിന് ഇപ്പോൾ പണപ്പെരുപ്പ നിരക്ക് ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ പലിശ നിരക്കുകൾ ഉയർന്നു നിൽക്കുകയാണ്. അപ്പോൾ ഭവന വായ്പയുടെയും മറ്റു എല്ലാത്തിൻ്റെയും പലിശ ഇപ്പോൾ ഉയർന്ന തോതിലാണ്. പക്ഷേ ഇപ്പോൾ വീട് പണിയാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് 2 കൊല്ലമോ 5 കൊല്ലം കഴിയുമ്പോൾ പലിശ കുറയും, അപ്പോൾ നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞ് പോകാൻ കഴിയില്ല. അതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ മാർക്കറ്റിലും നമ്മുടെ ധനകാര്യ രംഗത്തുമൊക്കെ നിലനിൽക്കുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ചാണ്, അല്ലെങ്കിൽ മാർക്കറ്റ് ഫോഴ്സസിന് അനുസരിച്ചാണ് പലിശ നിരക്കും വർക്ക് ചെയ്യുന്നത്. അതും ഒരു മാർക്കറ്റാണ്, വായ്പ നൽകുന്ന അതും ഒരു വിപണിയാണ്. ആ വിപണിയെ നിയന്ത്രിക്കുന്നത് ഡിമാൻഡും സപ്ലൈയും തന്നെയാണ്. അപ്പോൾ അവിടെ പലിശ ചില സമയത്ത് കുറഞ്ഞിരിക്കും, ചില സമയത്ത് കൂടിയിരിക്കും, ഇതൊക്കെ സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ പലിശയ്ക്കാണ് ഞങ്ങൾ വായ്പ എടുക്കുകയുള്ളൂ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് പോകാൻ ഒരാൾക്കും കഴിയില്ല, ഒരു സ്ഥാപനത്തിനും കഴിയില്ല. കാരണം അതാത് സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് ആ തീരുമാനം എടുക്കേണ്ടി വരിക. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഇവിടെ ഉയർന്ന പലിശ വേണ്ടി വന്നു എന്നുള്ളൊരു അഭിപ്രായം അവിടെ രേഖപ്പെടുത്തി, മസാല ബോണ്ട് വേണം എന്നുള്ളൊരു അഭിപ്രായം രേഖപ്പെടുത്തി എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പറയുന്നത്. അതുകൊണ്ടാണ് ഡോക്ടർ തോമസ് ഐസക്കും പൊതുസമൂഹവും ചോദിക്കുന്നത്, ഞാൻ ചെയ്ത തെറ്റെന്താണ്, എന്താണ് എൻ്റെ പേരിൽ ആരോപിക്കുന്ന കുറ്റം, എന്ത് അഴിമതിയാണ് ചെയ്തത്, എന്ത് രീതിയിലാണ് ഞങ്ങൾ ധനനഷ്ടം ഉണ്ടാക്കിയത്, ഇങ്ങനെ വ്യക്തമായിട്ട് ചെയ്ത കുറ്റം തെറ്റ് ഇന്നതാണ്, അതിൻ്റെ പേരിലാണ് നിങ്ങളെ വിശദീകരണം കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയാൻ കഴിയുന്നില്ല. ഒറ്റ ചോദ്യമാണ്, നിസ്സാരമായൊരു ചോദ്യമാണ്. മസാല ബോണ്ടിൻ്റെ ഇഷ്യൂവിൽ എക്സ് ഒഫീഷ്യോ, മന്ത്രി എന്നുള്ള നിലയിൽ എക്സ് ഒഫീഷ്യോ അംഗമായിരുന്ന ഡോക്ടർ തോമസ് ഐസക്കും അല്ലെങ്കിൽ കിഫ്ബിയും ഒക്കെ ചെയ്ത തെറ്റെന്താണ്, എന്താണ് ആ തെറ്റ്, എന്ത് നിയമലംഘനമാണ്, എന്ത് വീഴ്ചയാണ് അവിടെ വന്നിട്ടുള്ളത് എന്ന് പറയുന്നതിന് പകരം കാടടച്ച് വെടിവെച്ചുകൊണ്ട് ഒരു വലിയ ഒരു സന്ദേഹം, ഒരു സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുക. അപ്പോൾ പൊതുസമൂഹം വിചാരിക്കുന്നത് എന്താ, എന്തൊക്കെയോ നടന്നിട്ടുണ്ടാവും, ബോണ്ട് ഇറക്കി ഇപ്പോൾ പലിശ കൂടുതൽ കൊടുക്കാമെന്ന് പറഞ്ഞ് എന്തെയോ ഇടപാടുകൾ നടന്നിട്ടുണ്ടാവും, എന്തോ വെട്ടിപ്പ് നടന്നിട്ടുണ്ടാവും, കുറേ പൈസ കിട്ടിയിട്ടുണ്ടാവും, അല്ലാതെ ഒന്നും ED ഇങ്ങനെ ഒരു അന്വേഷണത്തിലേക്കൊന്നും പോകില്ല എന്ന് പൊതുസമൂഹത്തിൽ കാടടച്ച് വെടിവെക്കുന്ന രീതിയിൽ അത്തരത്തിലുള്ള സംശയങ്ങൾ ധ്വനിപ്പിക്കാൻ കഴിയുന്ന ഒരു പ്രവർത്തനം മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് വീണ്ടും നിയമപ്രകാരം അതിനെ നേരിടും, നോട്ടീസിനെ നേരിടും എന്ന് പറയുന്നത്, ഭയപ്പെടുത്തരുത് എന്നൊക്കെ അദ്ദേഹം പറയുന്നതിൻ്റെ കാരണം. അപ്പോൾ കേവലം ഒരു ഉത്സവ കമ്മിറ്റിയിൽ, ഒരു പെരുന്നാൾ കമ്മിറ്റിയിൽ തൻ്റെ അഭിപ്രായം ഇന്നതാണ്, എനിക്ക് ഇന്ന അഭിപ്രായമാണ്, ഇന്ന പരിപാടിയാണ് വേണ്ടത് എന്ന അഭിപ്രായം പറയുന്നതിൻ്റെ പേരിൽ ഒരാൾ തെറ്റുകാരനാകുന്നു എന്ന് വന്നാൽ നമ്മുടെ ഈ ജനാധിപത്യ സംവിധാനത്തിനും ഒരു തരത്തിലുള്ള സാമൂഹ്യ പ്രവർത്തനത്തിനും ഒരു തരത്തിലുള്ള പൊതുവായ ഇടപെടലിനുമൊന്നും സാധ്യതയില്ലാത്ത രീതിയിൽ വരും. അല്ലെങ്കിലും ഇലക്ഷൻ ഡ്യൂട്ടിക്കാരായിട്ടുള്ള ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന സ്ഥാപനത്തിന് ഇതാണല്ലോ ജോലി, മറ്റുള്ള എല്ലാവരെയും സംശയത്തിൻ്റെ നിഴലിൽ നിർത്തി സ്വന്തം യജമാനന്മാരോട് കൂറ് കാണിക്കുക എന്നുള്ളത് മാത്രമാണ് ED എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഇപ്പോഴത്തെ ജോലി. അത് ഇന്ത്യയിൽ അവർ അഭംഗുരം നല്ല രീതിയിൽ യജമാനന്മാർക്ക് തൃപ്തികരമായ രീതിയിൽ ചെയ്തു കൊടുക്കുന്നു എന്ന് മാത്രം.